നിങ്ങൾക്കറിയാലോ നമ്മുടെ എക്സാമിൽ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ. അപ്പൊ നിങ്ങൾക്ക് നല്ല കൺസേൺ ഉണ്ടാവും അല്ലെ, എങ്ങനെ ഒരു ഇമെയിൽ എഴുതും. അപ്പൊ ഒരു ഇമെയിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്താണ് മനസ്സിൽ വിചാരിക്കേണ്ടത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് എന്ത് ചെയ്യുക, ഒരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ആ ബോക്സ് വരച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ടു അഡ്രസ് ആണ്. ഓക്കെ, ടു അഡ്രസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരിക? ആർക്കാണോ നിങ്ങൾ ഈ മെയിൽ അയക്കുന്നത് ആളുടെ ജിമെയിൽ അല്ലെങ്കിൽ മെയിൽ ഐ ഡി. ഓക്കെ, അപ്പൊ ആളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യുക, ടു അഡ്രസ്സിൽ എഴുതാം. CC എന്ന് എഴുതിയിട്ട് ആ ഒരു ഏരിയ നിങ്ങൾ ബ്ലാങ്ക് ആക്കി വിടാം. നിങ്ങൾക്ക് അറിയാലോ, അതിലിപ്പോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആരുടെങ്കിലും മെയിൽ ഐ ഡി ആയിരിക്കും കൊടുക്കേണ്ടി വരിക, പക്ഷെ അത് പൊതുവെ ചോദിക്കാറില്ല. ഓക്കെ, ദെൻ നമ്മൾ കൊടുക്കേണ്ട എന്താണ്? സബ്ജക്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മെയിൽ അയക്കുന്നത് എന്നുള്ളത് ഷോർട്ട് ആക്കി എഴുതുക. ചിലപ്പോൾ വല്ല റിക്വസ്റ്റും ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ ആ ഒരു സംഭവം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ ചുരുക്കാണ്ട് കൊടുക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സാല്യൂട്ടേഷൻ കൊടുക്കുക. സർ ഓർ മാഡം എന്ന് പറഞ്ഞിട്ട് സാല്യൂട്ടേഷൻ കൊടുക്കുക. സാല്യൂട്ടേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു മെയിൽ അയക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ദെൻ നിങ്ങളുടെ മെയിൻ ബോഡി എന്ത് ടോപ്പിക്കിലാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് മെയിൻ ബോഡിയിൽ കൊടുത്തതിന് ശേഷം വാം റിഗാർഡ്സ് കൺക്ലൂഷനിൽ ഒരു ലൈൻ കൊടുത്തിട്ട് വാം റിഗാർഡ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. അപ്പൊ നമ്മൾ ബോക്സ് വരച്ചു, ടു അഡ്രസ് കൊടുത്തു അല്ലെ, ആളുടെ മെയിൽ ഐ ഡി കൊടുത്തു divisionalmanager@gmail.com. അത് കഴിഞ്ഞ് CC/BCC വെറുതെ ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സബ്ജക്ട് കൊടുത്തു അല്ലെ. എന്താണ് സബ്ജക്ട്? റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അപ്പൊ നമ്മൾ ഒരു റിക്വസ്റ്റ് ആണ് അയക്കുന്നത്, അത് നമ്മൾ അതേപോലെ കൊടുത്തു. അതിനുശേഷം നമ്മൾ സാല്യൂട്ടേഷൻ വെച്ചു, സർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എം അബ്ദുൽ കലാം, ഞാൻ ആരാണ് അല്ലെ, ഞാൻ എന്തിനാണ് ഈ മെയിൽ എഴുതുന്നത് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുക്കാം. ഓക്കെ, സോ അത് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ വരും. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ബോഡി എന്തായിരിക്കും? ആസ് യു മേ ബി അവെയർ, ഇതൊരു സ്മോൾ ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ ബോഡിയിൽ പറഞ്ഞു. എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, ഐ ഷാൽ ബി മച്ച് ഒബ്ലൈസ്ഡ് ഇഫ് യു കൺസിഡർ our plea and reinstate the train stop at Rameshwaram station. This would significantly benefit our town and strengthen the bond between people and railway എന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, താങ്ക് യു പറഞ്ഞു. താങ്ക് യു പറഞ്ഞിട്ട് നമ്മൾ വാം റിഗാർഡ്സ് ഇട്ടു, കലാം എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇമെയിൽ ഉണ്ടാവുക. ഇത് രണ്ട് ബോക്സ് ആയിട്ടല്ല, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടാക്കിയതാണ്. ഒറ്റ ബോക്സിലാണ് ഇതെല്ലാം വരിക. അപ്പൊ നിങ്ങൾക്ക് ഇമെയിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് എന്താണ് CC/BCC എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.